നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആദുട്ടി സുഖമാണ് കേട്ടോ. ആദുട്ടി ചിരി വന്നു. ചേട്ടനുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ആദുട്ടിക്ക് ഭയങ്കര ചിരി. അടിക്കല് ചേട്ടനെ അടിക്കല്. ചേട്ടനോടേ ഇച്ചിരി പോരൂത്താണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ നിന്ന് കുറച്ച് സമ്മാനമൊക്കെ കിട്ടി, അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പൂച്ച ഇവിടെയാണെങ്കിലേ ഒരു പൂച്ച വന്ന് കൂടിയിട്ടുണ്ട്. ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ട് പൂച്ചേൻ്റെ ഒച്ചയൊക്കെ എല്ലാവർക്കും കേൾക്കും. ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ വീഡിയോ എന്നും 2 മണിക്കായിരിക്കും കേട്ടോ. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോയതായിരുന്നു. അടച്ചിട്ട് മോനെ വെട്ടാം. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇന്നെന്തായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിൽ എന്തായിരുന്നു? ഹിന്ദി എക്സാം. ഹിന്ദി എക്സാം. ഉണ്ണിക്കുട്ടൻ ആ എക്സാമിനൊക്കെ പോയി വന്നാണ് കേട്ടോ. ഉണ്ണിക്കുട്ടന് ഹിന്ദി പാടാണേ ഉള്ളത് പറയാം. ഹിന്ദി ഭയങ്കര പാടാണ് ഉണ്ണിക്കുട്ടന്. എന്തായാലും ഉണ്ണിക്കുട്ടൻ ജയിച്ചാലും തോറ്റാലും ഉണ്ണിക്കുട്ടൻ എന്തായാലും എക്സാം എഴുതാൻ പോയിട്ടുണ്ട്. എളുപ്പമായിരുന്നു ഉണ്ണിസാ? കുഴപ്പമില്ല. ആണോ? ജയിക്കുമോ? ചേട്ടൻ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അനിയൻ ചിരിക്കുവാണ്. പിന്നെ ഇന്ന് അത് ഉണ്ണിക്കുട്ടൻ്റെ സമ്മാനമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു, ഇപ്രാവശ്യം കുറച്ചേ ഉള്ളൂ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ നന്നായിട്ട് ചെസ്സ് കളിക്കും കേട്ടോ. ഞാനാണോ പറയണ്ടേ? പറഞ്ഞോളൂ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിക്കുട്ടന് ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. സബ് ജില്ലയില് ഫസ്റ്റ് പ്രൈസ് കഴിഞ്ഞല്ലോ. ഈ പ്രാവശ്യം എനിക്ക് കിട്ടണ്ടായിരുന്നു. ഫസ്റ്റോ സെക്കൻഡോ കിട്ടണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓവർ കോൺഫിഡൻസ് കയറിയോണ്ടാണ് എന്റെ നഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ലീഡ് കിട്ടി. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ഒന്നിനും നല്ലതല്ല. അപ്പൊ ഉണ്ണിക്കുട്ടന് ഓവർ കോൺഫിഡൻസ് കയറിയത് കൊണ്ടാണ് ഫസ്റ്റ് കിട്ടാതിരുന്നത്. ഫസ്റ്റോ സെക്കൻഡോ കിട്ടാതിരുന്നത്. അപ്പൊ ഉണ്ണിക്കുട്ടന് ഒരു കാര്യം മനസ്സിലായി. ഓവർ കോൺഫിഡൻസ് ഒന്നിനും നല്ലതല്ലെന്ന് ഉണ്ണിക്കുട്ടന് മനസ്സിലായി. അതുകൊണ്ട് ഉണ്ണിക്കുട്ടന് അടുത്ത പ്രാവശ്യം എന്തായാലും ഫസ്റ്റ് മേടിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് അതല്ലേ പ്രധാനമായിട്ടുള്ളത്. പങ്കെടുക്കാൻ തന്നെയുള്ള വലിയൊരു കാര്യം. സ്കൂളിൽ എത്രയോ പേരുണ്ട്, പക്ഷെ എനിക്കാണ് അതിനകത്ത് സബ് ജൂനിയറിന്റെ സെലക്ഷൻ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കാര്യമില്ല അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ണിക്കുട്ടനെ ചെസ് പഠിപ്പിക്കുന്ന ആരാണ് ഉണ്ണിക്കുട്ടാ? ആൽബിൻ സാറ്. പിന്നെ എന്റെ അച്ചാച്ച പഠിപ്പിക്കും. അച്ചാച്ചൻ പഠിപ്പിക്കും. ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള അച്ചാച്ച. പക്ഷെ അച്ചാച്ചനെ ഇപ്പൊ കളിച്ചാൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് ട്രിക്സ് ഒക്കെ പറഞ്ഞിരുന്നത് എന്റെ മാത്സ് സാറാ. അങ്ങനെയാണ് കേട്ടോ ഉണ്ണീസ് ചെസ് പഠിച്ചത്. പക്ഷെ ഉണ്ണിക്കുട്ടൻ ചെസ്സിന് പങ്കെടുക്കുവാന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ ഉണ്ണിക്കുട്ടനെ നന്നായിട്ട് കളിക്കും അങ്ങനെയൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയി ഫസ്റ്റ് മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇവർക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ നമ്മളെ പഠിപ്പിലൂടെ കാണിച്ചു തരുന്നത്. കാരണം ആദൂട്ടിനെ നോക്കേണ്ട ആളല്ലേ, ആദു കുഞ്ഞാവിനെ നോക്കേണ്ട ആളല്ലേ ചേട്ടൻ. അപ്പൊ ചേട്ടനൊക്കെ എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങിയിട്ട് സമ്മാനം വാങ്ങി കുഞ്ഞാവിക്ക് കൊണ്ടേ കൊടുക്കണം. പിന്നെ ഉണ്ണിക്കുട്ടന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പങ്കെടുക്കും കേട്ടോ. അത് തോറ്റാലും ശരി ജയിച്ചാലും ശരി നമ്മൾ പങ്കെടുക്കണം, അത് മെയിൻ. അപ്പൊ ഉണ്ണിക്കുട്ടൻ എല്ലാത്തിനും പങ്കെടുക്കും. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ആദൂട്ടിക്ക് ഈന്തപ്പഴം കൊടുക്കണം. അപ്പം അത് എടുത്തു. ആദൂന്റെ ഈന്തപ്പഴം അവള് അടിച്ചു മാറ്റി. അതുകൊണ്ട് ഈന്തപ്പഴം മാളു ചേച്ചി അടിച്ചു മാറ്റിയേ. വേണോ? മാളു ചേച്ചി ഇതേ ഈന്തപ്പഴം എടുത്തോണ്ട് പോയിട്ടുണ്ട്. ആണ്ട് കൂന്തള ഷേപ്പ് മാറി. എന്തിനാണ് കൊച്ചിന്റെ ഈന്തപ്പഴം എടുത്തേ? അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവന്റെ സാധനങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ആരും എടുക്കുന്ന അവന് ഇഷ്ടമല്ല. അവനെല്ലാവർക്കും എല്ലാം അറിയാം കേട്ടോ. ഇവർ രണ്ടുപേരും കഴിച്ചപ്പോഴത്തേ ആദ്യം ഇങ്ങനെ മോന്ന് കുറിപ്പിച്ച് വെച്ചു. നമ്മളെ അടുക്കളയിൽ ഇരുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുറകിലേ ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ചൊക്കെ വെച്ചേക്കുവാണ്. സ്വന്തമായിട്ടുള്ള ചിത്രരചനയൊക്കെയാണ്. പിന്നെ നാളെ നമ്മുടെ മാളൂസിന്റെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാവൂലേ? ആന്ന് പറഞ്ഞിട്ടുണ്ട്. മാള് മിണ്ടിയാണ് കേട്ടോ. മാളൂന് അങ്ങനെ കേക്കെങ്കിലും ഉണ്ടാക്കുമ്പോൾ മാള് മിണ്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉണ്ണിക്കുട്ടന്റെ കാര്യം നമ്മൾ പറയാം. ഉണ്ണിക്കുട്ടൻ ഓട്ടത്തിനൊന്നും അങ്ങനെ പങ്കെടുക്കേണ്ട എനിക്ക് തോന്നുന്നു. സമ്മാനം കിട്ടാൻ ലോങ് ജമ്പിന് ജസ്റ്റ് മിസ്സിന് എനിക്ക് തേർഡ് പോയതില്ല. അങ്ങനെ പോകുന്നതായിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. കാരണം അത് അധ്വാനമുള്ള പണിയല്ലേ അല്ലേ? അപ്പൊ ചെസ് മാത്രം എന്താമേ ബുദ്ധി വേണ്ടേ? ചെസ്സിന് ബുദ്ധി വേണം കേട്ടോ. മറ്റേത് ഓടണ്ടേ. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടന്റെ മാത്രം കാര്യം പറഞ്ഞാൽ പോരാ. ചേച്ചിക്ക് ജില്ലയിലെ ചിത്രം രചനയ്ക്ക് ഫസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഗിഫ്റ്റ് ആയിട്ട് വലിയൊരു ബുക്ക് ഉണ്ട് ചിത്രം വരയ്ക്കുന്ന, അത് കിട്ടി. പിന്നെ ചേച്ചി ഓടും കേട്ടോ. എന്തിലായാലും ഓടും. 15
1500 മീറ്ററിലൊക്കെ ജയിച്ചു ഓടും. പക്ഷെ ജയിച്ചെന്നത് ഞാൻ ചോദിക്കാൻ പോയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല. ഇത് ചേച്ചി എല്ലാത്തിനും പങ്കെടുക്കും, ചേച്ചിക്ക് പറ്റുന്ന കാര്യം. മാളൂസ് എന്നാ ഡാൻസ് കളിക്കും കേട്ടോ, നന്നായിട്ട് ഡാൻസ് കളിക്കും. അത് നോക്കട്ടെ, 2 ദിവസം കഴിയുമ്പോ മാളൂസ് ഇല്ലാട്ടോ, മാളൂസ് ഡാൻസിന് കൂടിയല്ല. കാരണം നാടോടിനൃത്തത്തിന് എന്റെ ചേച്ചിക്ക് 2ാം സ്ഥാനം എന്ന് പറയാൻ പറഞ്ഞു അവിടുന്ന്. വളരെ നാടോടി നൃത്തത്തിന് 2ാം സ്ഥാനം. മാളൂസ് നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. മാളൂസ് നന്നായിട്ട് ഡാൻസ് കളിക്കും. പക്ഷെ മാളൂസ് എന്നാ ഇവിടെ വന്ന് ക്യാമറയിൽ നിന്നാ പോരെ, അവിടെ നിൽക്കത്തൂല്ല, ഡാൻസ് കളിക്കും കേട്ടോ. അപ്പൊ നോക്കട്ടെ, മാളൂക്കൊച്ച് ഡാൻസ് കളിക്കുവാണെങ്കിൽ 2 ദിവസം സാധ്യത കുറവ്, എക്സാം അല്ലേ അല്ലേ, കൂടുന്നു. ഡാൻസ് കളിക്കോ? ആർക്കൊക്കെ ഉണ്ടായിരുന്നു സൂമ ഹിന്ദി പരീക്ഷ? അതെ, കമന്റ് ചെയ്യണേ. അതെ, വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സൂമ ഹിന്ദി പരീക്ഷ കമന്റ് ചെയ്യണം. ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ, ഇപ്പൊ തന്നെ അടിച്ചോ ലൈക്ക്. അതെ, ലൈക്ക്. മാളൂസേ മാളൂസ് ഡാൻസ് എവിടെ ഉണ്ടായാലും പരിപാടിക്കൊക്കെ പങ്കെടുക്കും കേട്ടോ. ഡാൻസ് ഒന്നും പിടിയല്ല, എല്ലാത്തിനും സ്വന്തമായിട്ട് പഠിപ്പിക്കാനും ഒക്കെ മാളൂസിന് ഉഷാറാണ്. മാളൂസ് നാളെ വീഡിയോയിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലായിരിക്കും ഫസ്റ്റ് വരുന്നത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇവര് വയനാട്ടിൽ നിന്ന് കേക്കൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ന്യൂ ഇയറിന്റെ അന്ന് ഉണ്ടാക്കി കേക്ക്, അടിപൊളി കേക്ക്, പറഞ്ഞ അടിപൊളി. അതാ കേക്ക്. അപ്പം ആ കേക്ക് എന്തായാലും ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മാളൂനെ കാണിക്കാതിരിക്കാൻ ഒന്നുമില്ല, എന്നാലും കഴിക്കാൻ അടിപൊളിയായിരുന്നു. കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും കഴിക്കാനും കുറെ ഉണ്ടാവും. ഷേപ്പ് നമുക്ക് നോക്കാട്ടെ, എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി കടക്കുന്ന സാധനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം നാട്ടിരിക്കുക, എല്ലാ സാധനം നാട്ടില. കറക്കുന്ന സാധനം ഉണ്ടാക്കാൻ പറ്റിയല്ലേ? ബീറ്ററൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ എല്ലാ അപ്പുറത്തെ വീട്ടില്. അപ്പൊ നാളെ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം കേക്ക് ഉണ്ടാക്കലാണ്. അപ്പൊ നാളെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വരുന്നത്. അപ്പോഴേ നമ്മുടെ ഉണ്ണിക്കുട്ടന് കിട്ടിയ സമ്മാനം കാണുന്നുണ്ട് എന്തൊക്കെയാണ്, അതിലേക്ക് പോവാ കേട്ടോ. ഇത് പറഞ്ഞ് കാട് കയറിപ്പോയി. ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് വർത്താനം പറയാൻ എന്താ പറയണ്ടേന്ന് ഓർത്ത് ഇറങ്ങിയിരിക്കാം. പക്ഷെ ഉണ്ണിക്കുട്ടനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് ഉണ്ണിക്കുട്ടൻ. ഇതെന്ത്, അതെന്ത് കിട്ടിയതാ? ഇതെനിക്ക് സബ് ഡിസ്ട്രിക്റ്റില് പോയപ്പോ കിട്ടിയതാണ്. തേർഡ് ആയിരുന്നു സബ് ഡിസ്ട്രിക്റ്റില്. അപ്പൊ അതിനുള്ള ട്രോഫി ആയത്. പിന്നെ അതിന്റെ തന്നെ സർട്ടിഫിക്കറ്റ്, സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇത് അതിന്റെ തന്നെ. ഇനി അടുത്ത സ്കിറ്റ്, ഞങ്ങളുടെ സ്കൂളിൽ 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ 4 ഗ്രൂപ്പിലും സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സ്കിറ്റില് ഞാനായിരുന്നു മെയിൻ. അപ്പൊ എനിക്കാ കിട്ടിയ അതിന്റെ സമ്മാനം. ഫസ്റ്റ് അടിച്ചു. ഞാൻ അടിച്ച് 2 റോളൊക്കെ വന്നായിരുന്നു. പക്ഷെ അതുകൊണ്ട് സ്കിറ്റ് ഫസ്റ്റ്, ഞാനുള്ളതുകൊണ്ട് സ്കിറ്റിനൊക്കെ ഫസ്റ്റ്. എന്തായാലും 3-4 പേർക്കുണ്ട്. ഞാനുള്ളതുകൊണ്ട് ഫസ്റ്റ്. പിന്നെ ഫാൻസി ഡ്രസ്സിന് ഇവനെ ഒരു വിറ്റിയാക്കണേ. ഇവൻ ഫാൻസി ഡ്രസ്സിനുണ്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഉണ്ണിക്കുട്ടിന് സമ്മാനം കൊണ്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു ഉറങ്ങുവാണ്, ഉറക്കത്തിന് വിളിച്ച് അമ്മ സമ്മാനമൊക്കെ കിട്ടി, ഫാൻസി ഡ്രസ്സിനൊക്കെ കിട്ടി. ഞാൻ പക്ഷേ ഈ ഫാൻസി ഡ്രസ്സിനുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയില്ല കേട്ടോ. ആള് ഇവിടുന്ന് എന്താണോ വേണ്ടത് ഇതൊക്കെ എടുത്തിട്ടു, ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് അമ്മേന്റെ അടുത്ത് പറയണ്ട, പപ്പടം എടുത്തോണ്ട് പോയി, വടി എടുത്തോണ്ട് പോയി, മുണ്ട്, ഷാള്, തോർത്ത് ഇതൊക്കെ എടുത്തോണ്ട് പോയി. ഗാന്ധിജിയായി. അപ്പൊ അവര് പറഞ്ഞു സെക്കൻഡേ പറഞ്ഞു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു ഇല്ല അർജുന നിനക്ക് ഫസ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ കണ്ടോ എനിക്ക്. ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ് ആണ് കേട്ടോ. ഫസ്റ്റ് കണ്ടോ. ഈ പ്രാവശ്യം എന്താണോ മെഡലില്ല, ഈ പ്രാവശ്യം എന്താണോ കുറഞ്ഞു പോയിട്ടോ, സമ്മാനങ്ങളൊക്കെ കുറഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടോ, ഈ പ്രാവശ്യം അതൊക്കെ എടുത്തിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കൂടെ എടുത്തിട്ട് തട്ടെ, ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഈ പ്രാവശ്യം എന്താണോ കുറച്ച് കുറവാണ് കേട്ടോ. അവനെടുത്തിട്ട് വെക്ക്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സമ്മാനങ്ങൾ ഉണ്ണി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കിട്ടി കാണിച്ചുതരാം. ഞാൻ സ്കൂളിൽ ചെന്നപ്പോ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു നിനക്ക് ചെസ് ഒന്നും കളിക്കാൻ പറ്റില്ല. ചെന്ന സമയത്താട്ടോ കളിക്കാനൊന്നും പറ്റില്ല പറഞ്ഞപ്പോ ഞാൻ കളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് ഏതാ സെക്കൻഡ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം. ആ പ്രാവശ്യം സബ് ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ ഞങ്ങളെ സ്കൂളിന് എന്തോ പ്രശ്നം ആയതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കിട്ടിയത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം, ഞാൻ 6 പഠിക്കുമ്പോ. പിന്നെ കഴിഞ്ഞ കൊല്ലം കിട്ടിയത് ഇത് ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ്. ഇത് സ്കൂളില് ഡ്രോയിങ് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയത് സ്കൂളില്. ഇത് സ്കൂളില് ചെസ് ചാമ്പ്യന് കിട്ടിയത്.
ഈ കൊറേ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് പക്ഷെ ഫയലിൽ എടുത്ത് വെച്ചേക്കാം. അതിപ്പോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ തുമ്മും. അതെ, അവന് പൊടി അലർജി ഉണ്ട് കേട്ടോ, അപ്പൊ അത് എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലം സബ് ഡിസ്ട്രിക്ട് പോയതാ, ഡിസ്ട്രിക്റ്റിലേക്ക് കിട്ടിയപ്പം സബ് ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് കിട്ടിയത് എനിക്കിത്. ആ അതെ. അപ്പൊ ഞാൻ മതി കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇന്നത്തെ വീഡിയോ ഇതോടെ നമ്മൾ കറത്തിരിക്കുന്നത് ഇവിടുന്ന് വെളിച്ചടിച്ചോട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിക്കുട്ടന് കിട്ടിയ സമ്മാനങ്ങളും എല്ലാം കാണിച്ചു തരാന്ന്. ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാനാണ് ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഇല്ല ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കണം. അതെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അവിടെയുള്ള ബെല്ലൈക്കൺ ചുമ്മാ ഒന്ന് അടിച്ചുവിട്ടേക്കും. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആദുട്ടിയുടെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ. ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അല്ലേ ഉണ്ണിക്കുട്ടാ? ഇതൊക്കെ അത്രേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? സപ്പോർട്ട് ചെയ്യെങ്കിൽ ഒരു ഹാർട്ട് കമന്റ് ചെയ്യണേ. അതെ, അവന് ഹാർട്ടേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഹാർട്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.